ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. 2-ാം നൂറ്റാണ്ടിലെ സഭയുടെ ധീരനായ പോരാളിയും ലിയോൺസിലെ ബിഷപ്പുമാണ് വിശുദ്ധ ഇറേനിയൂസ്. തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ പ്രതിരോധം തീർത്തു. നമുക്ക് പരിചയപ്പെടാം 2-ാം നൂറ്റാണ്ടിലെ ലിയോൺസിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ ഇറേനിയൂസിനെ. ഏഷ്യ മൈനറിലെ സ്മിർനയിൽ ഏകദേശം ക്രിസ്തുവർഷം 120-നും 140-നും ഇടയിൽ ജനിച്ച ഇറേനിയൂസ് യേശുവിന്റെ ശിഷ്യന്മാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന പോളികാർപ്പിന്റെ ശിക്ഷണത്തിൽ വളർന്നു. സഭയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വ്യാജ ഉപദേശങ്ങളെ ധീരമായി എതിർത്ത വിശുദ്ധ ഇറേനിയൂസ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ സംരക്ഷിച്ച പ്രധാന വ്യക്തികളിൽ ഒരാളാണ്. ഇറേനിയൂസ് ലിയോണിലെ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. സഭ വളർച്ചയും സംഘർഷവും പീഡനവും നേരിട്ട കാലഘട്ടമായിരുന്നു അത്. ക്രിസ്തുവർഷം 177 ലിയോൺസിൽ ക്രിസ്ത്യാനികൾക്കെതിരെ കടുത്ത പീഡനമുണ്ടായപ്പോൾ ഒരു സിദ്ധാന്ത ചർച്ചയ്ക്കായി ഇറേനിയൂസിനെ റോമിലേക്ക് അയച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. തിരികെ വന്ന ഇറേനിയൂസ് ലിയോൺസിലെ പുതിയ ബിഷപ്പായി. ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഇറേനിയൂസ് കേവലം ഒരു സ്നേഹനിധിയായ ഇടയൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം തീക്ഷ്ണതയുള്ള ഒരു മിഷണറിയുമായിരുന്നു. കെൽറ്റിക് ജർമാനിക് ജനവിഭാഗങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കാൻ അവരുടെ ഭാഷകൾ പോലും അദ്ദേഹം പഠിച്ചു. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സഭയെ ഭീഷണിപ്പെടുത്തിയ ഒരു വലിയ ശത്രുവിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെയാണ്, ജ്ഞാനവാദം, അതായത് ഗ്നോസ്റ്റിസിസം. ജ്ഞാനവാദികൾ ഗ്നോസിസ് എന്ന രഹസ്യമായ ഒരു അറിവുണ്ടെന്നും അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും വാദിച്ചു. ഇത് ക്രിസ്തു മതത്തെ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം വിശ്വാസമാക്കി ചുരുക്കി. ഭൗതിക ലോകം തിന്മ നിറഞ്ഞതാണെന്നും ആത്മീയ ലോകം മാത്രമാണ് നല്ലതെന്നും അവർ വിശ്വസിച്ചു. പഴയ നിയമത്തിലെ ദൈവവും യേശുവിലൂടെ വെളിപ്പെട്ട ദൈവവും ഒരാളല്ലെന്നും അവർ പഠിപ്പിച്ചു. ഇതിനെതിരെ ഇറേനിയൂസ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയ്ക്കുള്ള നേരിട്ടുള്ള ആക്രമണമായി കണ്ടു. ധൈര്യത്തോടും വിവേകത്തോടും കൂടി അദ്ദേഹം ഈ ആശയങ്ങളെ എതിർത്തു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതി, അതായത് എഗെയിൻസ്റ്റ് ഹെറിസീസ്, ഇതിനുള്ള ശക്തമായ തെളിവാണ്. ജ്ഞാനവാദികളുടെ ആശയങ്ങൾ അസംബന്ധവും തള്ളിക്കളയേണ്ടതാണെന്നും അദ്ദേഹം സ്ഥാപിച്ചു. ദൈവം സൃഷ്ടിച്ച ഈ ലോകം നല്ലതാണെന്നും സൃഷ്ടി ദൈവത്തിന്റെ ദാനമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോസ്തലന്മാരിൽ നിന്ന് കൈമാറി വന്ന സത്യവിശ്വാസം രഹസ്യമല്ലെന്നും അത് എല്ലാവർക്കും തുറന്നതും പൊതുവായതുമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജ്ഞാനവാദത്തിനെതിരെ പോരാടുമ്പോൾ ഇറേനിയൂസ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉറപ്പിച്ചു. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളാണ് പ്രധാനപ്പെട്ട തിരുവെഴുത്തുകളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യത്തിന്റെ നിയമം എന്ന നിലയിൽ വിശ്വാസ പ്രമാണം സംരക്ഷിച്ചു. അപ്പോസ്തലന്മാരിൽ നിന്ന് തുടർച്ചയായി വരുന്ന ബിഷപ്പുമാരുടെ പഠിപ്പിക്കലുകൾ വിശ്വാസത്തിന്റെ സുരക്ഷിതമായ വഴികാട്ടികളാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇങ്ങനെ ചുരുക്കത്തിൽ ഇറേനിയൂസ് നമ്മെ പഠിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1. നമ്മുടെ ശരീരവും ആത്മാവും ഒന്നാണ്. ഇത് ദൈവത്തിന്റെ വിലപ്പെട്ട സമ്മാനമാണ്. ഈ ലോകവും അതിലുള്ള എല്ലാം നല്ലതാണ്. ഈ ലോകത്തെയും ദൈവത്തിന്റെയും സൃഷ്ടികളെയും വിലമതിക്കുക, അവയെല്ലാം നല്ലതാണ്. ഇത് 2. 3. രഹസ്യമായ അറിവുകളല്ല നമ്മെ ശക്തരാക്കുന്നത്, എല്ലാവർക്കും പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശ്വാസമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത്. 4. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി സ്വീകരിക്കുക, നിങ്ങളായിരിക്കുന്നതിൽ അഭിമാനിക്കുക, ഒളിച്ചോടാനോ സ്വയം നിഷേധിക്കാനോ ശ്രമിക്കരുത്. 5. ദൈവം നൽകിയ ജീവിതം പൂർണ്ണമായി ജീവിക്കുക, അതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വഴി.